നമ്മൾ ഈ 2 ക്യാരറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കിയാലോ? അപ്പൊ എനിക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ഉമ്മിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ഷേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചു കഴിയാപ്പോഴത്തേക്ക് അപ്പൊ നമ്മള് ഈ ഷേക്കിന്റെ ഫുൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിലും പ്ലീസ് ലൈക്ക്, പ്ലീസ് ഷെയർ, പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മൾ പാത്തുൻ്റെ നിന്ന് മേടിച്ചിട്ട് വന്ന ക്യാരറ്റ് നമ്മൾ കഴുകിയെടുത്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മളിതിന് പുഴുങ്ങിയെടുക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ. 1, 2 ഇട്ട് കൊടുത്ത് നമ്മൾ വീട്ടിലുള്ള 1 ഗ്ലാസ് വെള്ളം കേട്ടോ. അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കേട്ടോ. നമ്മൾ ഇവന്മാരൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോവാണേ. അപ്പം വീട്ടിലെടുത്തിട്ട് നമുക്കിനി അടച്ചു വയ്ക്കാം. അപ്പോൾ അടച്ചു കൊടുക്കാം കേട്ടോ. അടച്ചു കൊടുത്ത് ഇനി ഗ്യാസിലോട്ട് അപ്പോൾ ഇനി തീ ഓൺ ചെയ്ത് കൊടുത്തിട്ട് അപ്പം നമ്മൾ കുക്കർ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഒരു 3 ഫിസിൽ കേട്ട് വരണം കേട്ടോ. അപ്പോഴത്തേക്കും ഏകദേശം 3ാമത്തെ ഫിസിൽ കേൾക്കാറുണ്ട്. ഇനി നമുക്കിത് തീ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് പ്രഷറൊക്കെ പോയിട്ട് ഒന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് തുറക്കുവാണ്. പ്രഷറൊക്കെ പോയി അപ്പോൾ നമ്മളത് എടുത്തപ്പോൾ ക്യാരറ്റ് ഭയങ്കരമായിട്ട് വെന്തൊന്നും പോയിട്ടില്ല. അപ്പം നന്നായിട്ട് നമുക്കൊന്ന് നമ്മുടെ ജ്യൂസിന് ആവശ്യമായ രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഞാനത് എൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാവേ. ഇതാ ഇങ്ങനെ പെട്ടെന്ന് എടുക്കുമ്പോൾ ഒന്ന് ആവി കയറി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആവി കയറ്റി എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു ജ്യൂസിനകത്ത് വരത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി കട്ട് ചെയ്തെടുക്കാവേ. അപ്പം നല്ല രീതിക്കൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ ജ്യൂസറിൽ നമ്മുടെ മിക്സിയിൽ വെച്ച് അരയ്ക്കുമ്പോഴത്തേക്കും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളിനി മിക്സിയിലോട്ട് നമ്മൾ കട്ട് ചെയ്തെല്ലാം ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ. നമ്മളുടെ വെള്ളമല്ല ജ്യൂസിന് ഒഴിക്കുന്ന പാലാണ്. അപ്പം ഞാൻ ഒരു കവർ പാൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് പാൽ ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് പാൽ മതിയോ? നല്ലൊരു ഗ്ലാസ് ജ്യൂസ് കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഈ 1 ഗ്ലാസ് പാൽ നമ്മൾ മിക്സിയിൽ ഒഴിച്ച് കൊടുക്കുവാണേ. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര വേണം. അപ്പോൾ പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഏകദേശം പഞ്ചസാര ഒരു 2 ടീസ്പൂൺ, നമ്മുടെ വീട്ടിലുള്ള 2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ നമുക്ക് മധുരം കൂടുതൽ ആവശ്യമാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമുക്കിനി അതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇനി അരച്ചെടുത്ത് നമുക്ക് ഇനിയാണ് നമ്മുടെ കയ്യിൽ ബോളിൻ്റെ ഐസ്ക്രീം ചോദിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് മേടിച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് അതിൻ്റെ ആ ചോക്ലേറ്റ്സൊക്കെ മാറ്റിയിട്ട് നമുക്കതിൻ്റെ ഐസ്ക്രീം മാത്രം മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പൊട്ടിച്ചിട്ട് അതിൻ്റെ ചോക്ലേറ്റ്സ് എല്ലാം ഒന്ന് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം മാറ്റി ഫുള്ളൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ 10 രൂപയുടെ ചോക്കോ ഐസ്ക്രീമാണ് മേടിച്ചിട്ടുള്ളത്. അപ്പം ഇത്ര ഐസ്ക്രീം മതി ഈ ഒരു ജ്യൂസിന് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഈ ഒരു ഐസ്ക്രീമിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഐസ്ക്രീം എടുത്തത് കേട്ടോ. ബോൾ ഐസ്ക്രീം കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇത്രയും കഷ്ടപ്പാടില്ല. അപ്പം എല്ലാം ഏകദേശമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരണം കേട്ടോ. അപ്പം ഞാൻ അരച്ചെടുത്തിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ട് ചില കഷ്ണങ്ങളൊക്കെ ഒന്ന് അരയാനുണ്ടായിരുന്നു. അപ്പം അരച്ചെടുത്തപ്പോഴത്തേക്ക് ഇപ്പം നല്ല രീതിക്ക് ഇരിക്കുന്നുണ്ടെങ്കിലും അതിൽ അരച്ചെടുത്തപ്പോഴേക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് അരച്ചെടുക്കണേ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി. നമുക്കിതിൻ്റെ അകത്ത് 1 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് വിട്ടുപോയി. ഈ പാലിൻ്റെ മണം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർക്കാതെ ഞാൻ ഇട്ടത്. ക്യാമറയിൽ വന്നില്ല. അപ്പോൾ അതൊരു ഏലക്കയും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മളെ പാത്ത് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി സാധനം. പിന്നെ എല്ലാം കൂടെ മിക്സ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ ഒരു ഇതുമില്ല, ടേസ്റ്റും ഇല്ല. ഇത് ഐസ്ക്രീം ഒക്കെ ഇട്ട നല്ല ടേസ്റ്റ് ഉണ്ട്.
അടിപൊളിയായിട്ടുണ്ട്. നല്ല ഐറ്റാണ്. ഐസ്ക്രീമിൻ്റെ കൂടെ ഈ ജ്യൂസും കൂടെ ചേരുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട